എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആക്ച്വലി ബുർജ് ഖലീഫ കാണാൻ പോവാണ് കേട്ടോ. സോ ആകപ്പാടെ നേരം വൈകിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ 3 മണിയായി. 3 മണിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. സോ യാ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് അഡ്വിൻ. നമ്മളിത് മെട്രോ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് മെട്രോ കയറാൻ പോകുന്ന വഴിയാണ് കേട്ടോ അത്. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. നമ്മളൊരു 3 മണിയായിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ പുറത്ത് ആക്ച്വലി അത്യാവശ്യം നല്ല വെയിലുണ്ട്, ചൂടുണ്ട്, പക്ഷേ അതേസമയം തന്നെ കാറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ക്ലൈമറ്റ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം അത്ര ദൂരം നമുക്ക് നടക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. സോ നമുക്ക് ടാക്സി ഒന്നും അങ്ങനെ പെട്ടെന്ന് വിളിച്ച് കിട്ടത്തില്ല. പിന്നെ ടാക്സി നോക്കാൻ നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നടന്നെത്താവുന്നേ ഉള്ളൂ. പിന്നെ ഡാനി ഉള്ളതുകൊണ്ട് വരുന്നവരും പോകുന്നവരൊക്കെ ഡാനിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മെട്രോ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യണം കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മുടെ മെട്രോ കാർഡിൽ ബാലൻസ് ഇല്ല. സോ വി നീഡ് ടു റീചാർജ് ഇറ്റ്. ആക്ച്വലി എൻ്റെ മെട്രോ കാർഡിലാണ് ബാലൻസ് ഇല്ലാത്ത. എഡ്വിൻ അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെട്രോയ്ക്ക് ആക്ച്വലി 2 ലൈനുണ്ട്, റെഡ് ലൈനും ഗ്രീൻ ലൈനും. ഗ്രീൻ മെട്രോ റെഡ് മെട്രോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻ്റർചേഞ്ചിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേഷനുണ്ട്, യൂണിയനും ബുർജുമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് യൂണിയനിലേക്കാണ്. യൂണിയനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബുർജ് ഖലീഫയ്ക്കുള്ള മെട്രോ കയറും. ഈ ഇൻ്റർചേഞ്ചിങ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഗ്രീൻ മെട്രോയിലാണ് നമുക്ക് റെഡ് മെട്രോയിലേക്ക് മാറണം, അല്ലെങ്കിൽ റെഡ് മെട്രോയിലാണ് നമുക്ക് ഗ്രീൻ മെട്രോയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റേഷൻസാണ് യൂണിയനും ബുർജുമ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ആക്ച്വലി അവിടെ എത്തുമ്പോൾ പ്ലാൻ മാറ്റി യൂണിയനിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. യൂണിയനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. യൂണിയൻ ഇറങ്ങുകയാണെങ്കിലും ബുർജുമ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും രണ്ടും സെയിം തന്നെ. പിന്നെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസൊക്കെ സെയിം തന്നെ. പക്ഷേ യൂണിയൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റോപ്പുള്ളൂ. ബുർജുമ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 സ്റ്റോപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കാഴ്ചയൊക്കെ കാണാം, ഫസ്റ്റ് ടൈം പോണതല്ലേ ബുർജ് ഖലീഫയിലേക്ക്. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബുർജുമേലാണ് കേട്ടോ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബുർജുമേൽ ഇറങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും ഡാനിക്ക് ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവനെ ഫീഡ്. എന്നിട്ട് നമ്മൾ ബുർജ് ഖലീഫയിലേക്കുള്ള മെട്രോ കയറി കേട്ടോ. ആ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ അത്. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ ബിൽഡിങ്സും പിന്നെ കുറേ റോഡ്സും നല്ല രസമുണ്ടായിരുന്നു. ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ ദുബായ് മോളിലോട്ടാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ലുലുവിൻ്റെ അവിടേക്ക് ഒരു മെട്രോ സ്റ്റേഷനില്ലേ, ഒരു സ്റ്റോപ്പില്ലേ, അതുപോലൊക്കെ തന്നെ ഇവിടെയും ദുബായ് മോളിലേക്ക് പോകാനൊരു പാത്വേ പോലെയുണ്ട് ഫ്രം ദ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഇതേ മെട്രോന്ന് ഇറങ്ങി ഇതേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ആ പാത്വേയിലോട്ട് കയറി. ഇതാണ് കേട്ടോ ദുബായ് മോളിലോട്ട് പോകുന്ന പാത്വേ. മെട്രോ സ്റ്റേഷനും ദുബായ് മോളും കണക്ട് ചെയ്യുന്ന പാത്വേ ഇതാണ്. ഇവിടെ നിന്നുള്ള ഈ വ്യൂ കാണാനും നല്ല രസമാണ് കേട്ടോ. നല്ല ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. നല്ല രസമാണ് വ്യൂ കാണാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് മോളിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ ആ വ്യൂവും കണ്ടു. ഇതിപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ തോന്നുന്നു. കാരണം അവരതിലൊരു സ്റ്റാച്യുവിന് നമ്മുടെ സൂപ്പർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് ബി നമ്മുടെ സൂപ്പർമാൻ മൂവിയുടെ പ്രൊമോഷനായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം ഈ കാണിക്കുന്ന ഈ ഗ്ലാസ് കൂടെ നോക്കിയാൽ നമ്മുടെ ബുർജ് ഖലീഫയുടെ ടോപ്പ് കാണാം കേട്ടോ. അത് നല്ല രസമല്ലേ. പിന്നെ നമ്മളിത് ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ദുബായ് മോൾ വാട്ടർഫോൾസ്. ഇത് ഫ്രീ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും. വേർത്ത് ലുക്കാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് കിടന്നു. ഇത് ബുർജ് ഖലീഫ കണ്ടു. നമുക്ക് ആക്ച്വലി ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ അടച്ചിട്ടേക്കായിരുന്നു, ഫൗണ്ടൈൻ്റെ ഭാഗത്തൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അത് ഒക്ടോബറിൽ ഇനി റീഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫൗണ്ടൈൻ ഒന്നും കാണാൻ പറ്റിയില്ല. ബുർജ് ഖലീഫ കണ്ടു. പിന്നെ നമ്മൾ നൈറ്റ് ആവാനൊന്നും നിന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡാനി ഉണ്ടല്ലോ നമ്മുടെ കൂടെ, അവൻ ചിലപ്പോൾ പ്രശ്നമാക്കും. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടതൊന്നും കാണാനായിട്ട് നിന്നില്ല. പിന്നെ നമ്മൾ നമ്മൾ വീണ്ടും ദുബായ് മോളിൻ്റെ ഉള്ളിലോട്ട് കയറി അവിടുത്തെ അക്വേറിയം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അക്വേറിയം കാണാൻ പോയി. അക്വേറിയം കണ്ടപ്പോൾ ഡാനി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായി ഷാർക്കിനെയും ഒക്കെ കണ്ടപ്പോൾ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. പിന്നെ ഡാനിയുടെ ഈ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ അതിനുള്ളിൽ കയറിയാലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളത് അന്വേഷിച്ച് വന്നപ്പം അവർ ആക്ച്വലി നമ്മളെന്തോ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഒരു കേജിൻ്റെ ഉള്ളിലാക്കി അങ്ങനെ നമ്മളെ വെള്ളത്തിലാക്കി, ഐ മീൻ വെള്ളത്തിൽ ചെറുതായിട്ട് ഇറക്കി എന്തോ ഫീഡ് ചെയ്യിക്കുന്ന, ഫിഷിന് ഫീഡ് ചെയ്യിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണോ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഡാനീനെ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ച് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ ടൈം ഇപ്പോഴത്തേനും മെട്രോ സ്റ്റേഷനിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. കാരണം ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയമാണ്. അപ്പോൾ ഇനി വൈകിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്രൗഡഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വേഗം പോയി. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ തിരിച്ച് വീട്ടിലെത്തി, മെട്രോ ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടത്. സോ പോകുന്ന വഴിക്ക് നമ്മൾക്ക് അവിടെ ഫുഡൊന്നും ഇല്ല. പോകുന്ന വഴിക്ക് ഷവർമ എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ 2 ബിരിയാണി വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണം കേട്ടോ. നമ്മളിതേ ഇപ്പോൾ വീട്ടിലെത്തും. നമുക്ക് ആക്ച്വലി നല്ല അത്യാവശ്യത്തിന് വിശക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും നല്ലോണം എക്സോസ്റ്റഡ് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അതാണ് ഇനി മെയിൻ പരിപാടി. സോ അപ്പോൾ നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി. ബിരിയാണി ഒക്കെ കഴിച്ചു. ബിരിയാണി കഴിച്ച് ഡാനിയും ഫുഡൊക്കെ കഴിച്ചു. സോ അത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.